Hello everyone, welcome back to Career Talks. We are all very familiar with the civil servant or IAS officer അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി. എന്താണ് ഇവരൊക്കെ ജോബ് റോൾ? വാട്ട് ദേ ആക്ച്വലി ഡു? നമ്മളെ മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ MP അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോൾ. ഈ സെയിം കാര്യം തന്നെ നമ്മളൊരു കോർപ്പറേറ്റ് വേൾഡിൽ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഒരു കമ്പനിയുടെ ടോപ്പ് മാനേജേഴ്സിന് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾക്കിടയിൽ ഇന്നും അത്രത്തോളം പോപ്പുലർ അല്ലാത്ത ഒരു വേർഡാണ് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാം, അല്ലെങ്കിൽ ഒരുപാട് എഞ്ചിനീയേഴ്സിനെ കാണാം, അല്ലെങ്കിൽ മറ്റേത് പ്രൊഫഷനെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചേക്കാം. എന്നാലും നമുക്കിടയിൽ ഇപ്പോൾ ഇന്നും ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് നമുക്ക് വെരി റയർ ആയിട്ട് കാണാൻ പറ്റും. So in this video, let's discuss all about company secretaryship. എന്താണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോബ് റോള്? ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർഷം എടുക്കും? ഈ കോഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ സാലറി എങ്ങനെയാണ്? തുടങ്ങിയ എല്ലാ കാര്യവും നമുക്ക് ഈ വീഡിയോയിലൂടെ 1 by 1 ആയി ഡിസ്കസ് ചെയ്യാം. 1980s പാർലമെന്റിന്റെ പ്രത്യേക ആക്ട് പ്രകാരം ഫോം ചെയ്ത ICSI അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി എന്ന പ്രൊഫഷണൽ ബോഡിയാണ് ഈ കോഴ്സും എക്സാമും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള എന്ത് അപ്ഡേറ്റ്സ് അറിയാൻ അല്ലെങ്കിൽ എക്സാം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെല്ലേണ്ടത് ICSIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. സോ വാട്ട് ഈസ് ദ ജോബ് റോൾ ഓഫ് എ കമ്പനി സെക്രട്ടറി? എന്താണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോബ് റോൾ? കമ്പനി സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. പ്രത്യേകിച്ച് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കമ്പനി എല്ലാ റിക്വയർമെൻറ്റ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. നമുക്ക് കമ്പനി സെക്രട്ടറിയുടെ പ്രവർത്തന മേഖല പ്രധാനമായിട്ടും 3 ആയിട്ട് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനി ലോ. നമുക്കറിയാം ഒരു കമ്പനിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ, അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് മുതൽ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിനുള്ള എല്ലാ ലീഗൽ ആക്ടിവിറ്റീസിലും പങ്കാളിയായ ആളാണ് ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഒരു കമ്പനിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സും അറിഞ്ഞിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതിൽ ഗൈഡ് ചെയ്യേണ്ട ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറിയുടെ സെക്യൂരിറ്റി ലോ. അതായത് നമുക്കറിയാം ഒരു കമ്പനിക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയാം. നമുക്കറിയാം ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ആണെങ്കിൽ ഒക്കെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനൊക്കെ ലീഡ് ചെയ്യുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയാം. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇറ്റ്സ് എ വെരി ബ്രോഡ് കൺസെപ്റ്റ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് നമുക്കറിയാം ഒരു കമ്പനിയുടെ ഡയറക്റ്റ്ലി മാനേജ് ചെയ്യുന്ന ഒരുപാട് പാർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഗവൺമെൻറ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഇവരുടെ ഒക്കെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വേണം ഒരു കമ്പനി നടന്നുകൊണ്ട് പോകാം. സോ നമുക്ക് ഈ ഒരു എന്താ പറയുക സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസീസിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ് ആണോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരാളാണ് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത്? ഈ കമ്പനി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ എത്ര വർഷം എടുക്കും? നമുക്കറിയാം ഈ കോഴ്സ് എന്ന് പറയുന്ന ഒരു 3 സ്റ്റേജാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. അതായത് കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമും, മൂന്നാമതായിട്ട് വരുന്നത് പ്രൊഫഷണൽ പ്രോഗ്രാം. ഇതിൽ എക്സിക്യൂട്ടീവ് എൻട്രൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് വെരി റീസെൻ്റ് ആയിട്ട്, അതായത് 2020 ഫെബ്രുവരിയിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. മുമ്പ് ഇത് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് മുമ്പ്, അതായത് 2020 ഫെബ്രുവരിക്ക് മുമ്പ് ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഈ ഒരു സ്റ്റേജ് എക്സംപ്റ്റഡ് ആയിരുന്നു. അതായത് ഡയറക്റ്റ്ലി എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്നുള്ള സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകായിരുന്നു. ബട്ട് ഈ കോഴ്സിന് വെരി റീസെൻ്റ് ആയിട്ട് ഇവർ സ്ട്രക്ചറൊക്കെ ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്തു. നമ്മളിപ്പം +2 ആണെങ്കിലും ഗ്രാജുവേഷൻ ആണെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും ഇതിന് എക്സംപ്റ്റഡ് അല്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. +2 എന്ന് പറയുമ്പോൾ കൊമേഴ്സ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്ട്രീമിൽ 50% കൂടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
സോ ഇതിൻ്റെ എക്സാം വരുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം 2020 ഫെബ്രുവരിയിലാണ് ഡിക്ലെയർ ചെയ്തത്. മെയ്യിൽ, അതുപോലെ തന്നെ ജൂലൈ, നവംബർ, ജനുവരി. സോ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് ഈ പുതിയ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ പുതിയ എൻട്രൻസ് ടെസ്റ്റ് ഡിക്ലെയർ ചെയ്തതോടുകൂടി കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതുവരെ എക്സാം നടന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതിൽ മേ ബി നമുക്ക് ഇനി ജനുവരിയിൽ ഈ എക്സാം നടക്കും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ചാൽ 4 പേപ്പറാണ്. ഈ 4 പേപ്പർ എന്ന് പറയുമ്പോൾ ഒന്ന് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതുപോലെ തന്നെ ലീഗൽ സെക്കൻഡ് പേപ്പർ വരുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് ആണ് വരുന്നത്. തേർഡ് പേപ്പർ വരുന്നത് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്. പിന്നെ വരുന്നത് ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള. ഈ 4 പേപ്പറിനും കൂടി 170 മാർക്സ് ആണ്. അതായത് 170 മാർക്സുള്ള ഒരു ഒറ്റ ദിവസത്തെ ഒരു ടെസ്റ്റാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഇത് ഒരു ദിവസമാണ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു വൈവ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, അതായത് അതിന് 30 മാർക്സ് ആണ്. ഈ ടെസ്റ്റിന് 170 മാർക്ക്, ടോട്ടൽ 200 മാർക്സ് ആണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ CS അല്ലെങ്കിൽ CA ഇത് കോഴ്സിൻ്റെ ഒക്കെ ഇതിൻ്റെ പാസ്സാവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോ പേപ്പറിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും നമുക്ക് സെപ്പറേറ്റ് 40% മാർക്കും അഗ്രഗേറ്റ് 50% മാർക്കാണ് ഈ എൻട്രൻസ് പാസ്സാവാനുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷനിലും നമുക്ക് 40 വേണം. അഗ്രഗേറ്റ് 200 മാർക്സിൽ നമുക്ക് 100 മാർക്സ് ഉണ്ടെങ്കിലാണ് ഈ എൻട്രൻസ് പാസ്സാവുന്നത്. സോ ഈ എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് വരുന്നത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമാണ്. ഈ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ 8 പേപ്പറാണ് വരുന്നത്. 8 പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു മൊഡ്യൂളിൽ 4 പേപ്പർ. അതായത് ഒരു മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊഡ്യൂളിൽ നമുക്ക് കിട്ടേണ്ട അഗ്രിഗേറ്റ് മാർക്സ് എന്ന് പറയുന്നത് 50% ആണ്. അതുപോലെ തന്നെ ഓരോ പെർട്ടിക്കുലർ പേപ്പറിലും 40 മാർക്സ് വീതം വേണം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലായാലും തേർഡ് സ്റ്റേജായ പ്രൊഫഷണൽ പ്രോഗ്രാമിലായാലും കൂടുതൽ പേപ്പേഴ്സ് വരുന്നത് പിന്നെ ഈ ലീഗൽ അല്ലെങ്കിൽ ഹൈ ലോ, കോർപ്പറേറ്റ് ലോ, ഇൻകം ടാക്സ് ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇത് കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു CA അല്ലെങ്കിൽ അങ്ങനത്തെ കോഴ്സൊക്കെ നമുക്കറിയാം, അക്കൗണ്ടിങ്, ടാക്സേഷൻ അല്ലെങ്കിൽ കോസ്റ്റിംഗ് ഒക്കെയാണ് വരുന്നത്. ഇതിൽ കൂടുതൽ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് ലീഗൽ അല്ലെങ്കിൽ ലോ പേപ്പറുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് ഇത്. ഈ രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ കോഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു 21 മന്ത്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. മുമ്പായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 15 മന്ത്സിൻ്റെ ട്രെയിനിങ് ആയിരുന്നു. ഇപ്പോൾ കോഴ്സ് സ്ട്രക്ചർ മാറ്റിയത് കൊണ്ട് തന്നെ 21 മന്ത്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അതായത് ഒരു CS-കാരൻ്റെ അണ്ടറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഈ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 21 മന്ത്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒരു CS-കാരൻ്റെ അണ്ടറിലാണെങ്കിൽ, ഇത് കൂടാതെ ഒരു 2 മന്ത്സിൻ്റെ EDP എന്ന് പറയും, അതായത് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നമുക്കറിയാം നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ഈ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കോർ സബ്ജക്റ്റ് ആണ്. ഇത് കൂടാതെ നമുക്കറിയാം ഒരു കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് സോഫ്റ്റ് സ്കില്ല് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാണ് ഇതിൽ വരുന്നത്. EDP എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ട്രെയിനിങ്, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കില്ല്, പിന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ഈ ഇത് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ തേർഡ് പ്രോഗ്രാം അല്ലെങ്കിൽ തേർഡ് സ്റ്റേജാണ് പ്രൊഫഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ പ്രോഗ്രാമിൽ മെയിനായിട്ട് വരുന്നത് 9 പേപ്പറുകളാണ്. ഈ 9 പേപ്പർ എന്ന് പറയുമ്പോൾ 3 പേപ്പറുള്ള 3 മൊഡ്യൂൾ. അപ്പോൾ ഒരു മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിലും നമ്മൾ 50% മാർക്ക് വേണം. അതുപോലെ തന്നെ ഓരോ പേപ്പേഴ്സിനും 40 മാർക്സും വേണം. പിന്നെ ഇതിൽ ഒരു പേപ്പർ, അതായത് തേർഡ് മൊഡ്യൂളിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത് എലക്റ്റീവാണ്. അതായത് 6 ചോയ്സ് ഉണ്ട്. ഇതിൽ 6 ചോയ്സിൽ ഏതെങ്കിലും ഒരു ചോയ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രൊഫഷണൽ പ്രോഗ്രാം കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മാസത്തെ കമ്പ്യൂട്ടർ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാം ട്രെയിനിങ് ഇതൊക്കെ ഉണ്ട് വരുന്നത് ഒരു മാസത്തെ. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലി 24 മന്ത്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് വരുന്നുണ്ട്. ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമൊക്കെ നമ്മൾ അടുത്തുള്ള ചാപ്റ്റേഴ്സിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു +2 കഴിഞ്ഞ ഒരാൾ ഈ കോഴ്സ് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുകയാണെങ്കിൽ ഇതിനെടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3.5 വർഷം മുതൽ 4 വർഷം വരെയാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിലെല്ലാം പാസ്സാകുകയാണെങ്കിലാണ് വരുന്നത്. പിന്നെ ഈ കോഴ്സിൻ്റെ ഇനീഷ്യൽ സാലറി കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു CS-കാരൻ കംപ്ലീറ്റ് പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താണ് പ്രസൻ്റ്ലി ഒരു 30-40,000 ആണ് പെർ മന്ത് സാലറി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ കോഴ്സിനെ കുറിച്ച് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ കോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്, അതായത് ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. നമുക്ക് യൂണിവേഴ്സിറ്റീസിലോ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ 3 മാസത്തെ 2-3 മാസത്തെ ക്ലാസ് വെച്ച് നിർത്തിയാൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ പേപ്പേഴ്സും സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേപ്പറിന് മാത്രം കോച്ചിങ് മതിയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു എന്താ പറയുക ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോഴ്സിൻ്റെ പഠിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലവെന്ന് പറയുന്നത് വളരെ കുറവാണ്. മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ ഈ എക്സാം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ബുക്ക് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ അടക്കം ഒരു 50,000 വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ മറ്റുള്ള കോഴ്സിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെരി ലോ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പലരും വിദേശത്തൊക്കെ വലിയ കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, മിഡിൽ ഈസ്റ്റിലായാലും അല്ലെങ്കിൽ അബ്രോഡായാലും. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു സ്ട്രോങ്ലി റെക്കമെൻഡഡ് അല്ലാത്തൊരു കോഴ്സാണിത്. കാരണം ഇന്ത്യൻ കമ്പനി ലോ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് അത് വാലിഡ് ആയിട്ടുള്ള, ഓരോ രാജ്യത്തിനും സെപ്പറേറ്റ് ലോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു റെക്കമെൻഡഡ് അല്ലാത്തൊരു കോഴ്സാണിത്. സോ ഇതാണ് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ. നമുക്കറിയാം ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ, അതായത് തുടക്കം മുതൽ ടോപ്പ് മാനേജേഴ്സുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കരിയറിൻ്റെ ഇനീഷ്യൽ മുതൽ നമ്മൾ ടോപ്പ് മാനേജേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു പൊസിഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു കരിയർ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ CS എന്ന് പറയുന്ന വെരി റെക്കമെൻഡഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലികൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് നല്ല കരിയർ ഓപ്ഷനുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഗുഡ് ബൈ.